അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെയെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ.
ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണമെന്നുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരൂപ നീക്കുവാണ്. വിശ്വാസ വളർച്ചയുടെ സുവിശേഷ പരിസരങ്ങൾ ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് 6-ാം ദിവസമാണ്. ഇന്ന് നമ്മൾ ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയാണ്. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ജ്ഞാനം വർദ്ധിക്കുന്നത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ അറിഞ്ഞാൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 8:1 അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അപ്പൊ ഈ അറിവിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് അഹന്ത ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിച്ചിട്ടില്ലെന്ന് പറയും, അവർക്ക് അറിവില്ലെന്ന് പറയും, അഹന്ത ഉണ്ടാക്കും. പട്ടാളക്കാരില്ലേ, വെടിവെപ്പ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഉടനെ മറ്റുള്ളവരെ സിവിലിയൻ എന്നേ വിളിക്കത്തുള്ളൂ. സിവിലിയൻ, ഈ സിവിലിയൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ പട്ടാളത്തിൽ ചേർന്നിരിക്കണമെന്നാണ് പറയണത്. അപ്പം എന്തെങ്കിലും തരത്തിൽ പ്രൊഫഷണലായിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഹന്ത ഉണ്ടാവും. എനിക്ക് തന്നെ സെമിനാരി പഠിക്കുന്ന കാലത്ത് കുറേ നുണകളൊക്കെ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടിവിടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ചെങ്കടല പിളർത്തി എന്ന് പറഞ്ഞാൽ അവർ ചെങ്കടല പിളർത്തിയൊന്നും അല്ലത്, അത് വേലിയിറക്ക സമയമായിരുന്നു. അപ്പോഴാണ് മോസസ് കൂട്ടരും ആ വേലിയിറക്ക സമയത്താണ് ചെങ്കടല കടന്നു പോയത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും. കർത്താവ് 5000 തീറ്റി പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചില്ല, മറിച്ച് പെസഹക്കാലമായിരുന്നു. അതിൽ ജെറുസലേമിലേക്ക് പോയ ആൾക്കാരുടെ ഇടയിലെല്ലാം അപ്പം ഉണ്ടായിരുന്നു, അവരോട് പങ്കുവെക്കാനാണ് ഈശോ പറഞ്ഞതെന്ന് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല, എന്നാൽ പുതിയ കാര്യം കേട്ടപ്പോൾ അഹന്ത ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ചെറിയ അഹന്തയൊക്കെ, പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടത്. അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. സുവിശേഷത്തിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭ എവിടെയാണ് കൊണ്ടേ ആക്കിയത് അവിടെ നമ്മളെയും കൊണ്ടേ ആക്കും. കാരണം ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളിലും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവെച്ചത്. അറിഞ്ഞില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലമാണ് കൃപാസനം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ജനങ്ങൾ ഇന്നും ആശ്വാസം പ്രാപിക്കുന്നത്? ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആൾ വന്ന് ബുദ്ധിപരമായിട്ടാണ് വിഷയം കാണുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അയാളെയും ക്ലോസ് ചെയ്യും, പ്രസ്ഥാനം ക്ലോസ് ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ദൈവികമായ പദ്ധതികളെ എളിമയോടെ അംഗീകരിക്കണം. വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണവുമാണ് ശരിക്കും വരണത്. അങ്ങനെ അതല്ലേ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ദൈവികമായ ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും. അതിന് ഞാനൊരിക്കലും യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കയറ്റി ദൈവത്തിന്
യുക്തിയുടെ ഉപകരണമാക്കത്തില്ല ഒരിക്കലും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുതം പ്രവർത്തിക്കണം. അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു, ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ്. ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്ന കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് ചെയ്യാഞ്ഞിട്ടല്ല, ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി. അവിടെയാണ് വിഷയം വേണ്ടത്. അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി. ആര് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശാസ്ത്രീയം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കയറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നാ പറ്റി? പാക്കപ്പലിനുള്ള കാറ്റും കൊണ്ട് ദൈവത്തിൻ്റെ വഴിക്ക് പോയി. അതല്ലേ സംഭവിക്കുന്നത്. അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അറിവ് അഹന്ത ജനിപ്പിക്കും. അപ്പം നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ അവിശ്വാസിയാണെന്ന് ഓർക്കണം. ഷീബ ജോജി, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ സഹോദരൻ, അടുത്തത് എൻ്റെ മകനാണ് നിരഞ്ജൻ, സഹോദരൻ്റെ പേര് ഷാജി. അപ്പം ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് 2017 അപ്പം തൊട്ട് ഞാനിവിടെ വരാറുണ്ട്, ഉടമ്പടി എടുക്കാറുണ്ട്. എന്നാൽ കൊറോണ സമയത്ത് ഞങ്ങളുടെ ഉടമ്പടി ഇങ്ങോട്ട് വരാതാകുകയും ഉടമ്പടി എടുക്കാതെ ആകുകയും ചെയ്തു. ഞാൻ എറണാകുളത്തൊരു വനിതാ സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ വലിയ പ്രതിസന്ധികളില്ലാതെ അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കൊറോണ മൂലം ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോവുകയും ഒരു സ്ഥാപനം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ കുറച്ച് ലോണൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ സ്ഥാപനം പണിതിൻ്റെ കുറച്ച് ബാധ്യതയൊക്കെ വന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു അറ്റാക്ക് വരികയൊക്കെ ചെയ്തു. അപ്പം ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ സ്ഥാപനം പൂട്ടിപ്പോൾ സ്റ്റാഫൊക്കെ ഇല്ലാതായി. ഞങ്ങളൊക്കെ തന്നെ ജോലി ചെയ്ത് സ്ഥാപനം മുന്നോട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കഠിനമായിട്ട് കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് 2018-2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ മേൽ ഞാൻ എൻ്റെ കടബാധ്യതയെക്കുറിച്ച് വെച്ചിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് പല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും ഓൺലൈൻ ഫുഡ് കാര്യങ്ങളിലൂടെയൊക്കെ തട്ടിമുട്ടി ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം തന്നെ കടുത്ത മാനസിക സമ്മർദ്ദമായിരുന്നു. അതെല്ലാം നീങ്ങുന്നു. ഞാൻ ഭൗതിക സാഹചര്യങ്ങളെ മാത്രം കരുതി വന്നതായിരുന്നു ആ സമയത്ത്. പക്ഷേ അതെല്ലാം എൻ്റെ മാറുകയും ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വരുത്തേണ്ട ആത്മീയതയിലേക്ക് ഞാൻ കൂടുതൽ വളർച്ച നൽകി. എന്നിലുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുന്നു. അതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പം ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പോൾ ഇതെൻ്റെ സഹോദരനാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ നാത്തൂന് ഒരു നട്ടൽ പൊടിഞ്ഞു പോകുന്നൊരു അസുഖം വന്നു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഉടമ്പടി എടുത്ത്, അതിന് മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പല ചെറിയതും വലുതുമായ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. അപ്പോൾ ഇദ്ദേഹം കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചില കൃഷി സംബന്ധമായിട്ടുള്ള കുട്ടനാട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി സംബന്ധമായിട്ടൊക്കെ കുറച്ച് കടങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ ഭാര്യയുടെ ഇത് ചികിത്സിക്കാനായിട്ട് പണമില്ലാതെ വന്നു. അപ്പോൾ ഉടമ്പടിമേൽ പോയി വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നു. പക്ഷേ അത് മുന്നോട്ട്, അതായത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പണമില്ല വരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എന്നെക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിനെ വിളിക്കുകയും പെട്ടെന്നൊരു എമൗണ്ട്, ഞാൻ ഒരിക്കലും എനിക്കും കടം ബാധ്യത വന്നിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു എമൗണ്ട് ഇദ്ദേഹത്തിനോട് ഞാൻ ഓഫർ ചെയ്യുകയും അതേ തുടർന്ന് എൻ്റെ സഹോദരരെല്ലാം ചേർന്നിട്ട് ഒരു വലിയ എമൗണ്ട് ഇദ്ദേഹത്തിന് നൽകുകയും ഭാര്യയുടെ ഓപ്പറേഷൻ ഇദ്ദേഹം വെച്ച ഉടമ്പടിയിലൂടെ ഞങ്ങൾ വെച്ച ഉടമ്പടിയിലും അതെല്ലാം പരിഹരിക്കപ്പെടുകയും ഇപ്പോൾ ചേച്ചി വിശ്രമ ജീവിതത്തിലാണ്. നടക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. അടുത്ത എൻ്റെ സാക്ഷ്യം എൻ്റെ മകൻ നിരഞ്ജൻ. അപ്പോൾ ഞാൻ 2017 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ മകന് നവോദയയിൽ പ്രവേശനം കിട്ടിയത്. അപ്പം തൊട്ട് തന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവന് ഇവിടെ വന്ന് ഞാനൊരു ദിവസം, ഇവൻ CA ക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഫൗണ്ടേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം CA കോഴ്സിനെ കുറിച്ച് അറിയാം ഇൻ്റർ പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ മോൻ്റെ രണ്ട് ഫൈനലിസ്റ്റുകൾ ഇവിടെ വന്ന് CA സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇരിപ്പുണ്ട്, ഇയാൾത്തയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മകനെ പറ്റിയും ഇതുപോലെ ഒരു സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ ഫൈനൽ ആയില്ലെങ്കിലും പോലും 20 വയസ്സിൽ തന്നെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. ഇവൻ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഒരുപാട് പേര് ഇവനെ പഠിപ്പിച്ച കുട്ടികൾ തന്നെ, ഇതിനേക്കാളും മുതിർന്നവരൊക്കെ നിൽക്കും തന്നെ 20 വയസ്സിൽ അവന് ഇൻ്റർ കിട്ടി. ഇപ്പോൾ അവനൊരു എറണാകുളത്തൊരു ഫേമിൽ 1 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത് എനിക്ക് കടബാധ്യത മൂലം ഞാൻ ബുദ്ധിമുട്ടിരുന്ന എനിക്ക് ഈ നവംബറിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് മാറിയെങ്കിലും നന്നായി കടം എനിക്ക് വീടണമല്ലോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ബന്ധു ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പള്ളിയിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 2 വർഷമായിട്ട് അതിനുള്ള പരിഹാരമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അവൾ അതായത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട്, അതിൻ്റെ മുമ്പിൽ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് ഞാൻ ഒരിക്കലും തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ എപ്പോഴും പൊടി തട്ടി അവിടെ തൂത്ത് വരുമ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കും, ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഞാനാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ ആ ഉടമ്പടിയിൽ ശക്തമായിട്ട് അവളുടെ പ്രാർത്ഥനയൊന്നും വെക്കാൻ പറ്റിയില്ലോ എന്ന് പറയും. പക്ഷേ എന്നാൽ ഈ 2025 നവംബർ മാസം ആദ്യം തന്നെ ഈ കുട്ടി എന്നെ വിളിക്കുകയും ഒരു ദിവസം എന്നോട് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഈ പെൺകുട്ടിയെ എല്ലാവരും തന്നെ അവഹേളിച്ചിട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ മാത്രമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളെ കേൾക്കാനുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്ഭുതകരമായിട്ട് ഇവൾക്ക് കുറച്ചധികം പണം ഈ പെൺകുട്ടിയുടെ ഒരു ജോലിയിൽ നിന്ന് ഇവൾക്ക് വലിയൊരു എമൗണ്ട് തന്നെ കിട്ടി. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് കുട്ടിക്ക് കിട്ടുകയും എന്നോട് പറഞ്ഞ് ആൻറ്റി മാത്രമാണ് എന്നെ സഹായിച്ചത് എൻ്റെ ഇല്ലായ്മയിൽ, എന്നെ കേട്ടതും എൻ്റെ കുറ്റങ്ങളെ പൊറുത്തതും. അതുകൊണ്ട് ആൻറ്റിയുടെ കടബാധ്യത 16 ലക്ഷത്തോളം വരുന്ന കടബാധ്യത ഞാൻ വീട്ടിൽ തരാമെന്ന് പറയുകയും ഈ കഴിഞ്ഞ മാസം അതിൻ്റെ 8 ലക്ഷത്തോളം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഒറ്റ പൈസ ഇൻട്രസ്റ്റ് ഇല്ലാതെ കുട്ടി എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി തരികയും എൻ്റെ ഒരു ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്ത് അടുത്ത ലോൺ അപ്പോൾ ബാങ്കിൽ നിന്ന് പറഞ്ഞനുസരിച്ചിട്ട് 1.5 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ലോണ് ഇടാൻ പറ്റുള്ളൂ. ഇത് അമ്മ മാതാവ് ഞാൻ എൻ്റെ ഉടമ്പടി വെച്ചിരുന്നായിരുന്നു എങ്കിലും ഇത് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ മകൻ വന്നിട്ട് വേണം, ഈ കടം കൂടാതെ വേറെയും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ കുട്ടി പഠിച്ച് വന്നിട്ട് വേണമല്ലോ അവൻ്റെ തലയിൽ ഇത്രയും ബാധ്യത വെക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ സഹോദരങ്ങളാണ്. ഞങ്ങൾക്ക് കുഞ്ഞിലേ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയതാണ് 2 വയസ്സൊക്കെ ആയപ്പോൾ. എൻ്റെ 6 സഹോദരന്മാർ ചേട്ടന്മാരാണ്, 2 ചേച്ചിമാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വളരെ അടുത്ത ഒരു ബന്ധമാണ് ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ളത്. അപ്പം ഇവർക്കാർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു സാധ്യതയല്ല, ഇതല്ല. എല്ലാവരും റിട്ടയർഡായി ഓരോരോ കാര്യങ്ങളിലൂടെ ഇതാക്കി നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിന് ഈ കടബാധ്യമൊന്നും എൻ്റെ മേലെ വീടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും എനിക്ക് ഇളയതായതുകൊണ്ടും മറ്റ് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇതിനെ ഒക്കെ ബാധിച്ചിരുന്നു. അപ്പോഴേക്കും ഇവർക്ക് എനിക്ക് ചെറിയ സഹായം ചെയ്യാനായിട്ടുള്ള വഴിയും അടച്ചു കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റില്ല. പക്ഷേ മാതാവ് ഈ കഴിഞ്ഞ വർഷം എൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക്, മറ്റ് സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോയിട്ട് എൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലേക്ക് ഒരു നിലയും കൂടെ പണിത് എനിക്ക് സർപ്ലസ് എമൗണ്ട് എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെയും എന്നെ തേടി വരുന്ന ആൾക്കാരെയും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ദൈവം എന്നെ ഉയർത്തി തന്നു. അത് മുഖേന ഓരോരുത്തർക്ക് എനിക്ക് സഹായം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഇവിടുന്ന് ഇത് നേർച്ച വസ്തുക്കൾ വാങ്ങി എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ ഇടയിലെല്ലാം വിതരണം ചെയ്യും. അതുകൂടാതെ വനിതാ സ്ഥാപനം ആയതുകൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലുള്ള എല്ലാ ജാതി മതസ്ഥരെക്കുറിച്ചോടും അവരുടെ വിഷമിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഇങ്ങനൊരു പള്ളിയെക്കുറിച്ച് പറയാനും അനേകം പേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും കണ്ണൂർ കാസർഗോഡ് തൊട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും
അവർക്ക് പലരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനും ഇടവരുത്തിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് കുറച്ച് അതുപോലെ തന്നെ പണ്ട് ഇസബെല്ല ഒരു തെങ്ങിനടിയിൽപ്പെട്ട് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് ഞാൻ അപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഉണ്ട്. അച്ഛൻ അത് എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ ക്രൈസ്തവ എനിക്ക് ഈ കൊന്തയെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ അച്ഛൻ പറഞ്ഞ് ഈ ക്രൈസ്തവരായവർക്ക് ബുക്ക് നോക്കാതെ കൊന്ത് ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരു അപകടഘട്ടം വരുമ്പോൾ നിങ്ങൾക്കത് ചൊല്ലാമല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഈ 5 ദിവ്യരസങ്ങളും കാണാതെ പഠിക്കുകയും പിന്നെ അത് ചൊല്ലുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകൻ്റെ ഇതിന് ലുത്തീനിയ പ്രാർത്ഥനയുടെ ഞാൻ ഇവന് അവിടെ ഹോസ്റ്റലായിരിക്കുമ്പം അത് അത്രയും വരിയും ഞാൻ കാണാതെ 2-4 വരി വീതം പഠിച്ച് കാണാതെ അത്രയും വരികളും അമ്മയുടെ മുമ്പിൽ നിന്ന് എഴുതി വെളുപ്പിന് തന്നെ ഇരുന്ന് എഴുതി പഠിക്കുമ്പോൾ ഞാൻ പറയും, ഈ പ്രായത്തിൽ എനിക്കിത് എഴുതി ഞാൻ കാണാതെ പഠിച്ചത് അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചു. അതേപോലെ തന്നെ എൻ്റെ മകൻ്റെ ബുദ്ധിയിൽ അവിടുന്ന് കനിയണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് അവൻ്റെ വിജയം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ക്രൈസ്തവയാണെങ്കിലും എല്ലാ ദിവസവും ഞാനും എൻ്റെ സഹോദരനും തന്നെ ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വചനങ്ങൾ എഴുതി തന്നെ ഞങ്ങൾ പഠിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ആൾക്കാരോട് ഞാൻ ഇതിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും. ഓരോ ഭവനത്തിലും ചെന്ന് ഈ പേപ്പറൊക്കെ കൊടുക്കുന്നത് ഓരോ വീട്ടിൽ നിന്ന് എൻ്റെ ഈ അനുഭവങ്ങളെ അനേക അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ 2017 തൊട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും എന്നെ അറിയാം, എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരോടും ഇത് പറഞ്ഞ് അവർക്ക് ബലം കൊടുത്തിട്ടാണ്. പിന്നെ ഒരുപാട് പേരെ തൊഴിലിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. തൊഴിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ഏതെങ്കിലും തൊഴിലോട്ടൊക്കെ ആക്കി കൊടുക്കാൻ, ഇതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാം, പക്ഷേ ബാക്കിയുള്ള സമയം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ തൊഴിൽ കൊടുത്ത് എന്നെക്കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം ഇതെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവ് വഴി, ഈശോ വഴിയാണ് എനിക്ക് മാതാവ് നേടിത്തന്നാണ്. അതിന് 1000 നന്ദി, നമസ്കാരം. ഞാൻ തോമസ് എം വി, തൃശ്ശൂർ രൂപതയിലെ ആമ്പല്ലൂർ ഭാഗത്തു നിന്ന് വരുന്നു. 2023 നവംബർ 25-ാം തീയതി ഞാൻ ഇവിടെ ഒരു അത്ഭുത സാക്ഷ്യം പറഞ്ഞിരുന്നു. ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററായി ഒരു ഹെഡ് മാസ്റ്ററുടെ അത്ഭുത സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് അത് പേരിട്ടിരുന്നത്. എൻ്റെ ലുക്കീമിയയിൽ നിന്നും എൻ്റെ തമ്പുരാൻ എന്നെ കൈപ്പിടിച്ചുയർത്തിയ അനുഭവമായിരുന്നു അത്. 2025 മെയ് മാസത്തിൽ ഞാനും ചേട്ടനും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡുണ്ടായിരുന്നു. എന്നെ മറികടന്ന് ഒരാൾ പെട്ടെന്ന് ക്രോസ് ചെയ്യുകയും ഞാൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണു. എന്നെ എൻ്റെ മാതാവ് കൈവെള്ളയിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ എനിക്കോ ചേട്ടനോ ഒരു കേടും വരാതെ ആണ് ഞങ്ങൾ തെറിച്ചു വീണത്. ആളുകളെല്ലാം ഓടിക്കൂടി. ഞങ്ങൾ വണ്ടിയെടുത്ത്, ഒരു കുഴപ്പം വന്നില്ല, ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുകയും ചെയ്തു. അടുത്തതായി എൻ്റെ മകളുടെ ഒരു അത്ഭുത സാക്ഷ്യത്തിനായി ഞാൻ മകൾക്ക് കൈമാറുന്നു. എൻ്റെ പേര് ആഷ തോമസ്. ഞാൻ ചൈനയിലാണ് പഠിക്കുന്നത്, MBBS ആണ് പഠിച്ചിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2024 ഫെബ്രുവരി 16-ാം തീയതിയാണ്. ഞങ്ങൾക്ക് HSK എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായാലാണ് അവിടെ ഇൻറ്റേൺഷിപ്പിന് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം എഴുതി, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല, 10 മാർക്കിന് ഫെയിലായി. അപ്പോൾ ഞാൻ വെക്കേഷന് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഡാഡിയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ബ്ലെസ്സിങ് കിട്ടി. മാർച്ച് 16-ാം തീയതി ഞാൻ ചൈനയ്ക്ക് പോയി അവിടെ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ എനിക്ക് മാതാവിൽ കുറച്ച് വിശ്വാസം വന്നു. അപ്പോൾ ഡാഡി പറയാറുണ്ട്, ഇനി നീ ഉടമ്പടി എടുക്കണം. അപ്പോൾ പക്ഷേ ഞാൻ ഇതിൽ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇതൊക്കെ പാലിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടൊക്കെ. അപ്പോൾ ഞാൻ ഇല്ല, ഞാൻ എടുക്കണില്ല, ഡാഡി എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറി. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ലൈസൻസിന് വേണ്ടി FMG എന്ന എക്സാം പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ തന്നെ കേട്ട സാക്ഷ്യം പോലെ നല്ല പാടുള്ള എക്സാമാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും രാത്രികളിലിരുന്ന് കുറേ ഉറച്ചിരുന്ന് പഠിച്ചു.
പ്രാർത്ഥന സൺഡേ മാത്രമാണ് ഞങ്ങൾ ചൈനയിലവിടെ കുർബാനയുള്ളൂ. സൺഡേകളിൽ എല്ലാ കുർബാനയ്ക്കും പോവാറുണ്ട്. പിന്നെ വേറെ ഒന്നും അങ്ങനെ ഇല്ല, പ്രാർത്ഥിക്കാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഡാഡിയുടെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാം പാസ്സാവുമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈ 23 ഞാൻ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി വന്നു. പക്ഷേ അന്ന് പറഞ്ഞു 18 വയസ്സിന് മേലെയുള്ളവർ ഉടമ്പടി എടുത്താൽ മാത്രമേ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഈശ്വര പെട്ടല്ലോ, ഇനി ഞാൻ ഇതൊക്കെ ചെയ്യണമല്ലോ. പെട്ടെന്നായിരുന്നു അന്ന് തന്നെ ഉടമ്പടി ക്ലാസ് എടുത്ത് അന്ന് തന്നെ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പാസ്സായിരിക്കും, എന്തായാലും ഉടമ്പടി എടുത്തല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ 26-ാം തീയതി എക്സാം നല്ല ടഫായിരുന്നു. എനിക്കൊരു ക്വസ്റ്റ്യനും കിട്ടണില്ല, കിളി പോയ അവസ്ഥയായിരുന്നു. ഞാൻ ഈശ്വര ഇതെന്തത്, എല്ലാ ക്വസ്റ്റ്യനും കുറേ പഠിച്ചിട്ട് വന്ന ഞാൻ ഒന്നും കിട്ടാത്ത അവസ്ഥ. എന്നാലും ഞാൻ വിചാരിച്ചു ജയിക്കുമായിരിക്കും, മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ, ജയിക്കുമായിരിക്കും, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം ലേറ്റായി. ഓഗസ്റ്റ് 13-ാം തീയതി റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ പാസ്സായില്ല, 20 മാർക്കിന് പോയി. ഞാൻ ആകെ സെഡായി. എന്താ പറയുക, കുറച്ച് പേര് പാസ്സായി, കുറേ പേര് പാസ്സായില്ല. ഞങ്ങൾ പാസ്സാവാത്തൊരു സങ്കടത്തിലായി. അങ്ങനെ ഞാൻ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി വീണ്ടും അതൊക്കെ പഠിക്കണമല്ലോ. 19 സബ്ജക്റ്റ് ഉണ്ട്. ആ 19 സബ്ജക്റ്റും ഒരു സബ്ജക്റ്റ് പഠിച്ച് തീരുമ്പോൾ അടുത്ത സബ്ജക്റ്റ് മാർക്കും. അതാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ 19 സബ്ജക്റ്റും പഠിച്ചു വരുമ്പോൾ ഫസ്റ്റ് പഠിച്ചത് മറക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര അവസ്ഥയായിരുന്നു. ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പറ്റണില്ലല്ലോ. ഞാൻ വെറുതെ വീഡിയോ കോഴ്സ് കണ്ടിരിക്കുക. ഞാൻ തന്നെയാണ് പഠിച്ചിരുന്നത്, ഒരു ഫാക്കൽറ്റിയിലും പോയിട്ടില്ല. യൂട്യൂബിൽ വീഡിയോസും പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ സഹായിക്കണേ, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഒക്ടോബർ 21-ാം തീയതി പുതുക്കാൻ വന്നു ഉടമ്പടി. അങ്ങനെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി ഞാൻ നന്നായിട്ട് ചെയ്യുന്ന മാതാവിനെ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ബൈബിൾ വായന 1/2 മണിക്കൂർ നിർബന്ധമായിട്ട് ഞാൻ ചെയ്തു. പേഴ്സണൽ പ്രെയർ 20 മിനിറ്റ് ഞാൻ നന്നായിട്ട് ചെയ്തു. ഇതൊന്നും ഞാൻ ആദ്യം ചെയ്യാറുണ്ടായിരുന്നില്ല. ഒക്ടോബർ 25-ാം തീയതി ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ജപമാല റാലി ഡാഡി 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ചൂടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റുമെന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അർത്തുങ്കൽ പള്ളിയിലേക്കുള്ള വഴി കാണുമ്പോൾ ഞാൻ ഈശ്വര ഞാൻ അടുത്ത വഴി കയറോ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊന്ത ചൊല്ലി നടന്നാൽ മതി, അപ്പോൾ നമുക്ക് നടക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ കൊന്ത ചൊല്ലി നടന്നു. കൊന്ത ചൊല്ലി നടക്കുമ്പോൾ എന്താണെന്നറിയാം, ഒരു പവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി പൊക്കോ, ഞാൻ അർത്തുങ്കൽ പള്ളി കണ്ടോളാം. കാരണം ഡാഡി ഒറ്റ പോക്ക് പോയി, എനിക്ക് പറ്റണില്ല. അങ്ങനെ ഞാൻ മാധവനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ അവിടെ എത്തി, അർത്തുങ്കൽ പള്ളിയിലെത്തി. അങ്ങനെ ഞാൻ മാധവന് നന്ദി പറഞ്ഞു, മാധവേ നന്ദി, എന്നെ നാണം കെടുത്തിയില്ലല്ലോ. ഡാഡി ലുക്കിമിയായിട്ടും 2 പ്രാവശ്യം നടന്നു. എനിക്കൊരു കുഴപ്പമില്ലാണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ എന്നെ മാധവ നടത്തി അവിടെ എത്തിച്ചു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവും. അങ്ങനെ നവംബറിൽ ഞാൻ മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നവംബർ 1-ാം തീയതി തൊട്ട് ഞാൻ എക്സാമിന് വീണ്ടും തയ്യാറെടുത്തു. അത്രയും നാൾ ഞാൻ പഠിച്ചിട്ടില്ല. നവംബർ 1-ാം തീയതി തൊട്ട് തുടങ്ങി. നവംബർ 19-ാം തീയതി ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉപ്പും തൈലവും ഞാൻ എന്നും ബുക്കുമ പറ്റിയിട്ടാണ് പ്രാർത്ഥിക്കാറ്. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലറിനോട് ഒരു വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിലിപ്പി 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു ഗീവ്സ് മീ സ്ട്രെങ്ത്. അങ്ങനെ ഞാൻ ആ വചനം എപ്പോഴും പ്രാർത്ഥിച്ചാണ് ഞാൻ പഠിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പോൾ പഠിക്കലായിരുന്നില്ല, റിവിഷനായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഫുള്ള് റിവൈസ് ചെയ്യാം, അങ്ങനത്തെ ഇതായിരുന്നു. അങ്ങനെ ജാനുവരി 17-നായിരുന്നു എക്സാം. ജാനുവരി 13-ന് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വന്നിരുന്നു ഇവിടെ. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അപ്പോൾ അന്ന് ഓഫീസിൽ അവിടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞിരുന്നു, ആശ സാക്ഷ്യം പറഞ്ഞോട്ടാ. അപ്പോൾ ഞാൻ ചിരിച്ചു, ഓക്കെ സാക്ഷ്യം പറയാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഉണർവായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പാസ്സാവും, അങ്ങനെ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എക്സാമിന് ഇങ്ങനെ തലേദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു, മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പൊക്കോ, ഇനി നീ പാസ്സാവും.
ഉടമ്പടി തൈലം നന്നായിട്ട് കുരിശുമ നെറ്റിമ കുരിശു പരട്ടി വെച്ചോ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് വെതറി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കുറേ കേട്ടിരുന്നു. ജനുവരി 17 ഞാനും ഡാഡിയും അമ്മയും എൻ്റെ അനിയനും ഒരുമിച്ചാണ് എക്സാം സെൻറ്ററിലേക്ക് പോയത്. ആലുവയിലായിരുന്നു എക്സാം. അങ്ങനെ ഞാൻ അവിടുത്തെ എക്സാം സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉപ്പ് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എക്സാം സെൻറ്ററിൽ കയറുമ്പോൾ കാശ് രൂപ ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ ബാഗിലാണ് വെച്ചത്. ഡാഡി പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ട് മോളെ, ഞാൻ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ഇവരെല്ലാവരും പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തൈലം നന്നായിട്ട് നെറ്റിയിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി. എനിക്ക് ഫസ്റ്റത്തെ മൊഡ്യൂള് 150 ക്വസ്റ്റ്യൻസിൻ്റെ മൊഡ്യൂള് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ മാധവനോട് പറഞ്ഞു, മാധവ് ഇത് എനിക്ക് കുറേ കണ്ട പോലെ, പക്ഷേ ഭയങ്കര ടഫായിരുന്നു. കുറേ വായിക്കാണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ സെൻറ്റൻസ് മാത്രം നോക്കി ഉത്തരം കുത്തി അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കിയുള്ളവരൊക്കെ പഠിപ്പായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചില്ല. സെക്കൻഡ് മൊഡ്യൂൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ഞാൻ പഠിച്ചില്ല. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, അങ്ങനെയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. എനിക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് മാതാവിന് എനിക്ക് അടുത്ത പ്രാവശ്യം കൂടി വരാൻ സാധിക്കില്ല, എനിക്ക് ഇപ്രാവശ്യം തന്നെ തരണേ, അങ്ങനെയായിരുന്നു ഞാൻ. എനിക്ക് പറ്റണില്ല, എനിക്ക് കമ്പ്യൂട്ടറിൽ നോക്കാൻ പറ്റണില്ല. തലവേദന എടുത്ത് പൊള്ളിയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കുത്തുമായിരുന്നു. അങ്ങനെ എല്ലാം കുത്തി. പക്ഷെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ഡാഡി അമ്മയും പുറത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഡാഡി അമ്മയും മോളെ നിനക്ക് നല്ല സന്തോഷമാണല്ലോ, നിനക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കുന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി യൂട്യൂബിലൊക്കെ തുറന്നോക്കിയപ്പോൾ അവർ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞു. ടഫ് തന്നെയാണ്. കുറേ സെൻറ്റൻസ് വായിച്ചിട്ട് വേണം എഴുതാൻ. 1 മിനിറ്റിൽ 1 ക്വസ്റ്റ്യൻ വായിക്കണം. പക്ഷേ അത്ര സമയമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ റീകോളൊന്നും കണ്ടില്ല. കാരണം ഇനി ആൻസർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തല കറങ്ങി വീഴും. ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അങ്ങനെ റീകോളൊന്നും കണ്ടില്ല. ഞാൻ ഫോണിൽ യൂട്യൂബ് തന്നെ തുറന്നു നോക്കിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ജനുവരി 27 വരെ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരായിരിക്കും ശരിക്കും പ്രാർത്ഥിച്ചു. പക്ഷേ ജനുവരി 27 ഒന്നും വന്നില്ല. അങ്ങനെ 29 രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ മാത്രം മുറിയിലായിരുന്നു. ഞാൻ എൻ്റെ ഡാഡിയോടും അമ്മയോടും അനിയനോടും ഒന്നും പറഞ്ഞില്ല. കാരണം ഇവരൊക്കെ വീട്ടിലുണ്ട്. ഈശ്വര എനിക്കിനി ടെൻഷനായി. ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ നോക്കി, ഞാൻ പാസ്സായി. ഞാൻ പറഞ്ഞു ഡാഡി ഞാൻ പാസ്സായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രം, ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പിന്നെ മെഡിക്കൽ കോളേജുകളിലും പോയി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഞാനും ഡാഡി ഒരുമിച്ചാണ് പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് അഗതി മന്ദിരങ്ങളിലും പിന്നെ പാവപ്പെട്ടവർക്ക് മുമ്പിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. 1 ദിനവൃത്താന്തം 4:10. എൻ്റെ ഹൃദയത്തിൽ എഴുതിയ വചനം, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, എപ്പോഴും എന്നോട് കൂടെ ആയിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ബിന്നി, ഇത് അമല. ആദ്യമായി ഞങ്ങൾ പ്രത്യക്ഷീകരണ മാതാവിനും കൃപാസന മാതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ലഭിച്ചൊരു വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ വരുന്നത് പാലായിലെ തെടനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2020 ഫെബ്രുവരിയിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളെ ലഭിച്ചിരുന്നില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ പലത് ചെയ്തിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. 2022 വൈഫിനൊരു ബ്ലീഡിങ് വന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങൾ ദുബായിലായിരുന്നു ആക്ച്വലി. ഞങ്ങൾ നാട്ടിൽ വന്ന്
ഞങ്ങൾ ഒരു കേരളത്തിൽ തന്നെ ഇവിടെ തന്നെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെക്കപ്പ് ചെയ്തപ്പം ബ്ലീഡിങ്ങിൻ്റെ കാര്യം അത് സിസ്റ്റാണ്, പക്ഷേ നോർമലായിട്ട് പ്രഗ്നൻസി നടക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. IVF ആയിരുന്നു ഒരു ഓപ്ഷനായിട്ട് പറഞ്ഞത്. അതും ഞങ്ങൾ ജൂൺ മാസത്തിലാണ് വന്നത്. ഡിസംബറിനുള്ളിൽ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് IVF-നോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ദുബായ്ക്ക് പോയി. അത് കഴിഞ്ഞ് 2023 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ആദ്യത്തെ മാസം തന്നെ ഇവൾ നോർമൽ പ്രഗ്നൻ്റായി. അത് ഞങ്ങൾ ആദ്യം അത് ചെയ്തിരുന്നത് ഉടമ്പടി എടുത്ത ശേഷം എന്നും വിശുദ്ധ തൈലം കൊണ്ട് വയറിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ 2023 മെയ് മാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് പുതുക്കി. അതിൻ്റെ അടുത്ത മാസം അവൾ പ്രഗ്നൻ്റായി. കറക്റ്റ് ഫെബ്രുവരി 4 അതായത് ഇന്ന് കൊച്ചിൻ്റെ 1ാം പിറന്നാളാണ്. ഫെബ്രുവരി 4 ചൊവ്വാഴ്ച തന്നെയാണ് കൊച്ചുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 8 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോർമൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹെൽത്ത് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ രണ്ട് കാലിലും തമ്മിൽ നീള വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അത് അവിടുത്തെ നേഴ്സ് നോക്കി മെഷർ ചെയ്ത് കാണിച്ചു തന്നു. ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററോളം വ്യത്യാസം ഇത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത്രയും വ്യത്യാസമുണ്ട്, അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആകെ ഞങ്ങൾക്ക് വിഷമമായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കാലെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അത് കാണാനില്ല. രണ്ട് കാലും ഒരേപോലെ ഒരേ അളവ് തന്നെ. ഇതിൻ്റെ പേര് കൃപാമരിയ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. മാതാവിനോടുള്ള സ്നേഹത്തിൽ പ്രതി ഞങ്ങൾ കൊച്ചിന് കൃപാമരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതുപോലെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അത് പള്ളികളിലും അടുത്ത വീടുകളിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു പരിചയമുള്ള ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തതാണ്. അവരോടെ ഒരു കൊച്ച് തളർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് സഹായം ചെയ്യുമായിരുന്നു. അല്ലെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത 1-2 പേരുണ്ടായിരുന്നു. അവർക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും മാതാവിനോടും പരിശുദ്ധ കൃപാസന മാതാവിനും യേശുവിനും 1000 നന്ദി. എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞറിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2019 MBBS പഠിക്കാനായിട്ട് വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ യുക്രൈനിലാണ് പോയത്. അവിടെ പോയി കഴിഞ്ഞ് 2019 പകുതിയായപ്പോൾ തന്നെ കോവിഡ് കാരണം തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ ഒന്ന് ശരിയായി തിരിച്ചു പോയി അവിടെ ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിന് പിന്നെ റഷ്യ യുദ്ധം കാരണം പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ കൂടുതൽ സമയം ഒരു 3rd ഇയർ വരെ ഞാൻ ഓൺലൈനായിട്ടായിരുന്നു പഠിച്ചത്. ആ സമയത്ത് ഒത്തിരി ആൾക്കാരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. അതായത് ഇനി കോളേജിൽ പോകാൻ പറ്റുമോ, കോളേജ് ഇനി പഠിത്തം നിനക്ക് പഠിക്കാൻ പറ്റുമോ, നിനക്ക് ഇവിടെ തന്നെ ഡിഗ്രി ഏതെങ്കിലും ചെയ്താൽ പോരായിരുന്നോ, അങ്ങനെയൊക്കെ. അങ്ങനെ പെട്ടെന്ന് ഒരു 7 മാസം ഞാൻ നാട്ടിൽ തന്നെ നിൽക്കേണ്ട വന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോവുമായിരുന്നു. പിന്നെ പെട്ടെന്ന് കുറച്ച് ഫ്രണ്ട്സ് വേറെ കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാനും വേറൊന്നും നോക്കിയില്ല, അധികം ഒന്നും ചിന്തിച്ചില്ല.
എങ്ങനെയും പഠിത്തം പൂർത്തീകരിക്കണം. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി മോൾഡോവ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ എടുക്കുകയായിരുന്നു. ഞാൻ മോൾഡോവയിൽ 4th ഇയറിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ മോൾഡോവയിൽ ചെന്ന് 4th ഇയർ പകുതി ആയപ്പോഴാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്കൊരു സാക്ഷ്യം ഇട്ട് തന്ന് എന്നോട് പറയുന്നത്, നീ ഇതൊന്ന് കേട്ട് നോക്ക്, ഞാനിത് കേട്ടതാ, ഞാൻ കൃപാസനത്തിലൊന്ന് പോയി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു മോൾഡോവയിൽ. അങ്ങനെ ആ ഫ്രണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ എൻ്റെ അമ്മ ഇവിടുത്തെ ബുക്കും ഉപ്പും ഒക്കെ കുറച്ച് കാര്യങ്ങൾ തന്നു വിട്ടു. ഞാനങ്ങനെ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമൊക്കെ അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്നു. ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പിന്നെ ഇവിടെ വന്ന് NRI ഉടമ്പടി എടുത്തു. അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ നാട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ അതെനിക്കൊരു ഇതായി മാറി. ഞാൻ പിന്നെ 6th ഇയറിൽ ലാസ്റ്റ് ഫൈനൽ ഇയർ ആയപ്പോൾ എല്ലാം ഫുള്ള് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു, വൈകിട്ട് വരുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് രാവിലെ ഉള്ള സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, എന്നാലും ഞാൻ വൈകിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാൻ ഇവിടുത്തെ കുഞ്ഞ് ലോക്കറ്റും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത്. അങ്ങനെ നാട്ടിൽ ഞാൻ ഈ വർഷം ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത്. നാട്ടിൽ വന്ന് പുറത്ത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാം നാട്ടിൽ ഇന്ത്യയിൽ പാസ്സായാൽ മാത്രമേ നമുക്കിവിടെ ലൈസൻസ്ഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ എക്സാം വർഷത്തിൽ 2 വട്ടം മാത്രമാണ് നടക്കുന്നത്. ഭയങ്കര പാസിംഗ് പെർസെൻറ്റേജ് ഭയങ്കര കുറവുള്ളൊരു എക്സാമാണ്. ഇത്രയും നാളിൽ ഒരിക്കലും ഒരു 25% കൂടുതൽ ഒരിക്കലും ഒരു ഇതുവരെയുള്ള എക്സാമിനേഷന് പാസിംഗ് പെർസെൻറ്റേജ് പോയിട്ടില്ല. എത്ര പഠിക്കുന്ന കുട്ടികളാണേലും 150 മാർക്കാണ്. 300 മാർക്സിലാണ് എക്സാം. ഇത് MCQ എക്സാമാണ്. 150 മാർക്സാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. 150 മാർക്ക് കിട്ടിയാൽ പാസ്സാകും. പക്ഷെ കുറേ കുട്ടികൾ എത്ര പഠിച്ചിട്ടാണേലും 149 മാർക്കിൽ വന്ന് അവർ കൊണ്ട് നിർത്തും. ഈ എക്സാമിന് റീവാലുവേഷനോ അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വന്നതെന്ന് നമുക്ക് പിന്നെ അവർ ഇട്ട് തരുകയോ ആൻസർ കീയോ അങ്ങനെ ഒന്നുമില്ല. അവർ പബ്ലിഷ് ചെയ്ത മാർക്ക് അതാണ് നമ്മുടെ മാർക്ക്. അതിൽ പിന്നെ നമുക്ക് ഒരു ചോദ്യം ഇല്ല. അതിൽ കിട്ടിയില്ലേ പിന്നെ അടുത്തതിന് പഠിക്കുക, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ ഇതിനായിട്ട് പഠിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പം നാട്ടിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാവരുടെയും ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചിട്ട് വന്നേനല്ല, ഞാൻ 6 വർഷം പഠിച്ചിട്ട് വന്നേനല്ല, ഇവിടെ വന്ന് നിനക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുമോ, നിൻ്റെ ആരും ഇതുവരെ പാസ്സായിട്ടില്ല, ഇങ്ങനെ തന്നെയായിരുന്നു ഞാൻ തുടക്കം തൊട്ടേ കേട്ടോണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ജൂലൈയിലാണ് ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയത്. 19 സബ്ജക്റ്റാണുള്ളത്. ഈ 6 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു. ഞാൻ പഠിക്കും. ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന് ടീച്ചേഴ്സ് പറയും, ഞാൻ ഓൺലൈനായിട്ടാണ് കോച്ചിങ് എടുത്തത്, ടീച്ചേഴ്സ് പറയും നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 4 റിവിഷൻസ് എങ്കിലും 3 to 4 റിവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തുള്ളൂ. അത്ര കോൺസെപ്റ്റ്സ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഇപ്പോൾ ഈ എക്സാം പാസ്സാവാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു 2-3 വർഷമായിട്ട് ഈ എക്സാമിൻ്റെ ലെവല് FMG ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിൽ പോലും നീറ്റ് PGയുടെ ലെവലിലാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത്, എയിംസിൻ്റെ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പറയും ചുമ്മാ കാണാതെ പഠിച്ചു പോയി ഒരിക്കലും എഴുതാൻ പറ്റില്ല, MCQ പ്രാക്ടീസ് ചെയ്യണം, അത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ മാത്രമേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നവംബറൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും ഞങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ഞാൻ അത്രയും നാൾ പഠിച്ച ജൂലൈ തൊട്ട് ഒക്ടോബർ തൊട്ട് പഠിച്ച പോലും ചില സബ്ജക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നവംബർ തൊട്ട് പിന്നെയും അത് തന്നെ ഇരുന്ന് പഠിക്കുക. ഡിസംബറിൽ ഞാൻ ഒരു വട്ടം ഫുൾ സബ്ജക്ട്സ് തീർത്തു. അപ്പം ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ജനുവരി 17-നായിരുന്നു എനിക്ക് എക്സാം. എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെയും ഞാൻ റിവിഷൻസ് അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ശരിക്കും പഠിക്കുമായിരുന്നു. ഞാൻ ഡിസംബറിൽ ഇവിടെ വന്നു, എനിക്ക് അച്ഛൻ്റെ ഇന്ന് അനുഗ്രഹം വാങ്ങാൻ പറ്റി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് പാസ്സാവാൻ പറ്റത്തില്ല. ഞാൻ എക്സാം ഹാളിൽ ചെന്നപ്പോഴായാലും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ടായിരുന്നു എനിക്ക് 7 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേയും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്ട്രിക്റ്റ് ചെക്കിംഗ് ആയിരുന്നു. അമ്മ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ ലോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് തന്നു.
ആദ്യത്തെ പാട്ട് എന്ന് പറയുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് വെച്ചാൽ ആദ്യത്തെ പാട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്, പിന്നെ രണ്ടാമത്തെ പാട്ട്, അങ്ങനെയായിരുന്നു. ഞാൻ ഓരോ വചനവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ആദ്യത്തെ പാർട്ടിലാണെങ്കിൽ എനിക്ക് ടെൻഷൻ കാരണം ക്വസ്റ്റ്യൻ വായിക്കുന്നു, എനിക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. എനിക്ക് ആദ്യത്തെ പാർട്ടി 2 ക്വസ്റ്റ്യൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അല്ലേലേ എല്ലാവരും ഫെയിലാവുമോ, ഇനി ഞാൻ എൻ്റെ കാരണത്താൽ തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പാർട്ടി തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ തിരിച്ചിറങ്ങി വന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ബുക്കൊന്ന് മറിച്ച് നോക്കി. ഞാൻ പ്രാർത്ഥിച്ച് അധികം ഒന്നും നോക്കിയില്ല. ഞാൻ ഹാളിൽ പിന്നെയും തിരിച്ചു കയറി ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇരുന്ന സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിലും അമ്മ എനിക്ക് തൈലം പൂശി തന്നിരുന്നു തലയിൽ. അത് ഞാൻ കുരിശ് വരച്ചു. ഞാൻ മൗസിൻ്റെ അവിടെ ആരും കാണാതെ കുറച്ച് ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. അല്ല, സെക്കൻഡ് പാർട്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കഴിയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് അറിയാവുന്നതായിരിക്കണേ, അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനത്തോടൊന്ന് എഴുതാൻ പറ്റണേ. അങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ പഠിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അതെനിക്ക് ഒരു സംശയമില്ലാതെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്ലിനിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസായി. 6 ലൈൻ ക്വസ്റ്റ്യൻസൊക്കെ. അത് 1 മിനിറ്റിലാണ് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കണ്ടേ. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഞാനൊരു ആൻസർ മനസ്സിൽ ഉറപ്പിക്കുമ്പം ഓപ്ഷൻസ് നോക്കുമ്പം എല്ലാം ഒരേപോലെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഞാൻ പിന്നെ ഒന്നും അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വിട്ടുപോകുന്നു പേടിച്ചിട്ട് ഞാൻ അമ്മ മാതാവിനെ വിശ്വസിച്ച് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിനി ഈ ഒരു എക്സാം എഴുതാൻ ഒന്നുകൂടെ ഈ സെൻറ്ററിൽ വരല്ലേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോഴും എല്ലാവരും നല്ല സങ്കടത്തിലായിരുന്നു. പിന്നെ ഫ്രണ്ട്സും പറഞ്ഞു നല്ല പാടായിരുന്നു. ടീച്ചേഴ്സും ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഭയങ്കര പാട്. അങ്ങനെ ടീച്ചേഴ്സും പറഞ്ഞു ഈ വട്ടത്തെ എക്സാം ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞങ്ങൾ എഴുതുന്ന എവിടെ പോയാലും തടസ്സങ്ങളാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അമ്മ മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു അന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് എല്ലാം സ്റ്റുഡൻസ് ഓർമ്മയുള്ള ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആക്കി. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അത്ര ക്ലിനിക്കൽ രീതിയിലായിരുന്നു ഈ വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചത്. എയിംസ് ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരിക്കലും അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അല്ലായിരുന്നു, നീറ്റ് PG ലെവലിലായിരുന്നു. അപ്പം അവർ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ടീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു, അതിനായിട്ടുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളൊരു എക്സാം എഴുതി ഒന്ന് റിലാക്സ് ആവുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി. അപ്പം കുട്ടികളെല്ലാം ഗ്രൂപ്പിൽ പറയുക പെട്ടെന്ന്, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുക പെട്ടെന്ന് റീകോൾ PDF ഇറക്കണം, അപ്പോൾ അവർക്ക് മാർക്ക് കൂട്ടാലോ, അപ്പോൾ അവർക്കൊന്ന് ഇതാവല്ലോ. ഞാൻ ഒരു റീകോൾ PDF നോക്കിയില്ല. ഞാൻ റിസൾട്ട് വരുന്നവരെ ഞാൻ ഫോൺ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാവും ഭയങ്കരമായിട്ട്. പിന്നെ ആ സമയത്ത് ഞാനും അമ്മയും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറഞ്ഞു നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, അമ്മ മാതാവ് കൈവിടില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഒരു ദിവസം ഇതേപോലെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാനൊരു ക്വസ്റ്റ്യൻ നോക്കി, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനായിട്ട് പോലും എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല, മിക്കവാറും ഫെയിലാവും. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞത്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പാസ്സാവും എന്നുള്ളത്. അങ്ങനെ ഈ ജനുവരി 29-ാം തീയതി വൈകിട്ട് ഒരു 7 മണിയായപ്പോഴാണ് റിസൾട്ട് വന്നത്. രാവിലെ അമ്മ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ നോക്കിക്കോ, ഇന്ന് വൈകിട്ട് എന്തായാലും റിസൾട്ട് വരും, എന്തായാലും വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ റിസൾട്ട് വരും. അങ്ങനെ ഞാൻ ഫോൺ നോക്കിയില്ല. പെട്ടെന്ന് ഞാൻ പോയി ഫോൺ നോക്കിയപ്പം വാട്സപ്പിൽ ഫുള്ള് PDFs കിടക്കുന്നു. ചുമ്മാ എടുത്ത് നോക്കി. PDF തുറക്കുന്നതിന് മുന്നേ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ PDF തുറന്നത്. അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹം കാരണം എനിക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെയും കൊണ്ട് ഞാനിവിടെ വന്നിരുന്നു. എക്സാം കഴിഞ്ഞ് ഒരു സൺഡേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, അമ്മ മാതാവേ എനിക്ക് അടുത്ത ആഴ്ച ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ പറ്റണമേ, അമ്മയുടെ ഒരു സാക്ഷിയെ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കാരണം എനിക്കിന്ന് ഇവിടെ നിന്നൊരു സാക്ഷ്യം പറയാൻ സാധിച്ചു. കാരുണ്യപ്രവൃത്തിയായി ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു തുക അവിടെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും പേഷ്യൻസിനൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു.
പിന്നെ ഞാൻ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെ ഞാനൊരു 10th ക്ലാസ് തൊട്ടേ ചർച്ചിൽ പോകുന്ന ഒരാളാണ്. എന്നാലും അങ്ങനെ ഡീപ്ലി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. കറക്റ്റായിട്ടൊരു ഇതിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവിടെ പഠിച്ച സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോകുമായിരുന്നു. ന്യൂ ഇയറിൻ്റെ സമയത്തായാലും അവിടുത്തെ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവും ഈശോൻ്റെ അനുഗ്രഹവും കൊണ്ട് എനിക്ക് വലിയൊരു വിജയം നൽകിയതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുന്നതിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പേര് പ്രമീള, ഇതെൻ്റെ അനിയത്തി ദീപ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഉടമ്പടിയിലൂടെ എനിക്കുണ്ടായ അത്ഭുത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു നഴ്സാണ്. ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് KTCT എന്ന ഹോസ്പിറ്റലാണ്. എനിക്ക് അവിടെ യാത്ര ചെയ്യാൻ തന്നെ 2 മണിക്കൂർ ആവശ്യമായി വരും. അങ്ങനെ ആ സാലറിയും അവിടെ കുറവാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും വിദേശത്ത് പോകുന്നു, എനിക്ക് മാത്രം വിദേശത്ത് പോകാൻ കഴിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ സാലറിയിൽ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഓവർ ഡ്യൂട്ടി, ഓവർ ടൈം, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറയുമായിരുന്നു, എൻ്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും എന്ന് പറയുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത, ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതും ആത്മീയമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുപാട് താമസിക്കും. ആ സമയത്തൊന്നും എനിക്ക് പ്രാർത്ഥിക്കുവാനോ ഈശോയുടെ സമയം ചെലവഴിക്കുവാനോ സാധിക്കുകയില്ലായിരുന്നു. അപ്പോഴൊന്നും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും പരീക്ഷകൾ എഴുതി വിദേശത്ത് പോകണം, ആ ഒരു ചിന്തയും. അതിനപ്പുറം ദൈവത്തെ പറ്റിയോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ഒന്നിനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. അങ്ങനെ ഞാനൊരു പെട്ടെന്ന് എനിക്ക് എങ്ങനെ ഇറ്റലിയിൽ പോകുവാനുള്ള ഒരു സംവിധാനമുണ്ടായി. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ പങ്കെടുത്ത് അവർ സെലക്ട് ആവുന്നവരെ ഇൻഫോം ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷനും കിട്ടിയില്ല. അപ്പം ഞാൻ കരുതി ഇത് എനിക്കുള്ളതായിരിക്കില്ല, നമുക്കുള്ള അവസരം വരും, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ പഴയതുപോലെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, ഈ പ്രോജക്റ്റിലോട്ട് വരാം, ഇനിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയൻ. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ജർമ്മൻ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഇറ്റാലിയനും. എന്നിട്ടും ഞാനത് നഴ്സിംഗ് പഠിച്ച് പാസ്സായി, എനിക്ക് എന്തുകൊണ്ട് ഇറ്റാലിയൻ ഭാഷ പഠിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ഞാനത് പഠിക്കുവാൻ തുടങ്ങി. ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 മാസമായപ്പോൾ തന്നെ കൂടെയുള്ള എല്ലാവർക്കും കൂടുതൽ പ്രോഗ്രസ്സുകൾ ഉണ്ടായി. ഞാൻ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയായിരുന്നു. A1 A2 അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിലും എനിക്കൊരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. ഞാൻ നന്നായി പഠിക്കുമെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂസ് വരുമ്പോഴത്തേക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു, ഉടമ്പടി എടുക്കും മുന്നേ ഞാൻ കരുതിയത് ഉടമ്പടിയുടെ ആവശ്യം ഇപ്പോഴില്ല, ഇത് എന്നെക്കൊണ്ട് കഴിയും, എൻ്റെ കഴിവ് കൊണ്ട് ഇതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കും, ഇതെനിക്ക് പഠിച്ച് വിദേശത്ത് പോകുവാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ ഒരു വലിയൊരു ഇതെൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു, സാക്ഷ്യങ്ങൾ കാണാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആത്മീയമായ വലിയ വളർച്ചയ്ക്കൊന്നും മെനക്കെട്ടിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്തിയിരുന്നില്ല. ആ സമയം വേറെ കാര്യങ്ങൾ മുഴുകുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് 6 മാസം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രോഗ്രസ്സുകൾ തുടങ്ങി. ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന സമയം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 1ാമത്തെ നിയോഗം തന്നെ എനിക്ക് ഇറ്റലിയിൽ പോയി നഴ്സായി ജോലി ചെയ്യണമെന്ന് 1ാമത്തെ നിയോഗം വെച്ചു. 2ാമത്തെ നിയോഗം, അനിയത്തിയുടെ തൊണ്ടയിൽ ഒരു വീക്കമുണ്ടായിരുന്നു. അവൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാണുന്നവരൊക്കെ ചോദിക്കും, അനിയത്തിയുടെ തൊണ്ടയിൽ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ വളരെ വലിയ രീതിയിലൊക്കെ ചിന്തിക്കുമായിരുന്നു, വേറെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമോ, അങ്ങനെ വല്ലാത്ത രീതിയിൽ ഞാൻ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം ഇത് 2ാമത്തെ നിയോഗമായി വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടിയിൽ വളരെ ഉഴപ്പായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കരുതും, എല്ലാവർക്കും നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയാൻ കിട്ടുന്നു,
എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവേ ഉടമ്പടി എടുത്തിട്ടും എനിക്കൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, എനിക്ക് ആത്മീയമായ വളർച്ചയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം, അനിയത്തിരി ഇത് മാറണം, അതിനായി ഞാനൊരു ഉടമ്പടി എടുത്തു എന്ന് മാത്രം. അതിനപ്പുറം ആത്മീയമായൊരു വളർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി, മറ്റുള്ളവരെ സഹായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി പോയിൻ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയിൽ എനിക്ക് വന്ന ആത്മീയ വളർച്ചയിലൂടെ എൻ്റെ ഈ പ്രോജക്റ്റിലും എനിക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങി. ഇൻ്റർവ്യൂ വരുന്നതനുസരിച്ച് എനിക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം ഉപ്പ് എല്ലായിടത്തും വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുമായിരുന്നു. അതിനുശേഷം മാസത്തിൽ ഒരു തവണ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓരോ ഇൻ്റർവ്യൂയിലും കഴിയും തോറും എൻ്റെ ലിസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല? അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ ഞാൻ എന്ത് കാര്യങ്ങളാണോ ചെയ്യാതെ ഞാൻ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അത് അച്ഛൻ്റെ ടോക്കിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കും. പത്രം കൊടുക്കാൻ മടിയാണ്. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലൊക്കെ ഇരുന്നാണ് ജപമാല എത്തിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനം കേൾക്കുക, സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ എനിക്കിത് ആരെങ്കിലും കാണുമോ എന്നുള്ള ഒരു ഭയമാണ്. കൊന്തകൾ ചൊല്ലുമ്പോഴും ഇത് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലും കാണുമോ എന്നുള്ളൊരു, മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ മാറ്റിവെച്ച് ഞാൻ മറ്റുള്ളവരെ ആരെയും പറ്റി ചിന്തിക്കാതെ എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം, എനിക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യണം, എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവനും ദൈവത്തിന് വേണ്ടിയുള്ളതാക്കണം, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റണം, ദൈവത്തിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നും അവിടെ നിന്നും ഞാൻ പിന്നെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. എനിക്ക് എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധ്യാനം കൂടുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരടുത്ത് കൃപാസനം ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുക, എങ്ങനെ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റും, നമ്മുടെ വിശ്വാസം എങ്ങനെ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാം, മറ്റുള്ളവരെ നോക്കി നമ്മുടെ വിശ്വാസത്തെ മറച്ചു വയ്ക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ പ്രോജക്റ്റിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെക്കാളും നന്നായി പഠിക്കുന്നവരും നല്ല മാർക്കുള്ളവരും നല്ല ലാംഗ്വേജ് ഉള്ളവരും എല്ലാം കഴിഞ്ഞ് പ്രോസസ്സിങ് എല്ലാം ഡോക്യുമെൻറ്റേഷനും ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഇതെല്ലാം പാതി വഴിയിൽ നിൽക്കുന്ന എന്നെ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുകയും ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി എന്ന് അവരെന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് ഒരു പുരോഗതി ഇല്ലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ എനിക്ക് ഈ നിയോഗങ്ങളൊന്നും നീ നേടിത്തന്നില്ലെങ്കിലും എനിക്കിനിയുള്ള ജീവിതം ഉടമ്പടിയിലെ പോലെ ജീവിക്കണം എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം, അമ്മ മാതാവിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അങ്ങനെ എൻ്റെ നിയോഗങ്ങൾ പോലും ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വിദേശത്ത് പോകണമെന്നോ അനിയത്തിരി കാര്യങ്ങളോ എല്ലാം ഞാൻ മറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ നിയോഗങ്ങൾ പോലും മറന്നു തുടങ്ങിയ സമയത്താണ് അവരെന്നെ വിളിക്കുന്നതും ഇൻ്റർവ്യൂ പാസ്സായി പോകുവാനുള്ള എല്ലാം റെഡിയായി. ഇപ്പം ഞാൻ ടിക്കറ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ഞാൻ പോവുകയാണ്. എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുത സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുവാനും എല്ലാത്തിനും മടി കാണിക്കുന്ന എനിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത്. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് എന്ത് തന്നെ നടന്നാലും, എനിക്ക് എന്ത് ദൈവത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു വലിയ അവസരം തരണം. എല്ലാവരുടെയും മുൻപിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മ മാതാവിലൂടെ ഉടമ്പടിയിലൂടെയാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തതെന്ന് എല്ലാവരുടെയും മുൻപിൽ ഉറക്കെ പറയുവാനും എനിക്ക് വലിയൊരു അവസരം തരണം എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അനിയത്തിയുടെ തൊണ്ടയിൽ ആ വീക്കവും വേദനയോടും കൂടി ഞങ്ങൾ ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം, അവിടെ നിന്ന് കുത്തി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അവളുടെ തൊണ്ടയിൽ തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും വളരെയധികം ടെൻഷനായിരുന്നു. ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുമോ മറ്റെന്തെങ്കിലും, വളരെയധികം ഭയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ഞാൻ ഭയപ്പെട്ട രീതിയിലുള്ള യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കാനിങ് നോർമൽ ഫൈൻഡിങ്സ് ആയിരുന്നു. യാതൊരുവിധ കുഴപ്പമില്ലാതെ, അവൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്ന അമ്മ മാതാവിന് 1000 നന്ദി. അമ്മ മാതാവിനോട് ഒരുപാട് കുഞ്ഞു അനുഗ്രഹങ്ങൾ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. ഇതെല്ലാം തന്നതിന് അമ്മ മാതാവ് ഞാൻ 1000 നന്ദി പറയുന്നു.
ആത്മീയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ആത്മീയ വളർച്ചയുണ്ടായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 5:30 പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്ന ഞാൻ 7 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. എപ്പോൾ സമയം കിട്ടിയാലും പ്രാർത്ഥിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഇപ്പം അവിടെ വിദേശത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ. എനിക്ക് ഇനി ജീവിതകാലം മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മീയമായി വളരണം. ഒരു കൊച്ചുകുട്ടിയുടെ വളർച്ച പോലെ ആത്മീയ കാര്യങ്ങൾ ഇനിയും ഒരുപാട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു അനാഥാലയം, കരുണാലയം എന്ന് പറഞ്ഞ ഒരു അനാഥാലയമുണ്ട്. അവിടെ പോയി അവരെ കാണുകയും അവർക്ക് ഒരു നേരത്തുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യും. പിന്നെ വഴി കാണുന്നവർക്കൊക്കെ പൈസ കൊടുക്കും, ചോദിക്കുന്നവർക്കൊക്കെ. മുൻപൊക്കെ ആണെങ്കിൽ അവർ പൈസ ചോദിക്കുമ്പോഴും അവർക്ക് എന്തിനാണ് പൈസ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതും അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞു, നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീടുള്ളതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിനുശേഷം പിന്നെ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും. എന്നാൽ കഴിയുന്നത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്ത് സഹായിക്കും. പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുക, അവരുടെ കൂടി സമയം ചിലവഴിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവത്തെ ഞാൻ